ഹലോ. പണമുള്ളവനും പണമില്ലാത്തവനും രണ്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും രണ്ടാളുകൾ. ഇപ്പോൾ ഇന്നലെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആൾ പൈസയുടെ കാര്യത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു വണ്ടി എടുക്കുന്ന കാര്യത്തെ കുറിച്ച്. ഇത്രയും വലിയ വണ്ടി എടുത്ത് അതിന് പൈസ മുടക്കി വണ്ടി കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പൈസ ഇല്ലാത്ത വ്യക്തി അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് കേട്ട് ഇരുന്നു. പക്ഷേ അവൻ ഒരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. എന്നാൽ മറ്റൊരാൾക്ക് തോന്നുന്നത് അഭിപ്രായ പ്രകടനം നടത്താത്തത് അവന്റെ അസൂയ കൊണ്ട് ആയിരിക്കുമെന്ന്. പക്ഷേ ഒരിക്കലും അതായിരിക്കുകയില്ല. അവൻ അതിനെക്കുറിച്ച് അറിയാത്തതായിരിക്കാം. എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാവർക്കും അറിയുകയില്ലല്ലോ. അതുകൊണ്ട് പലവർക്കും പല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും ഓരോ ആളുകളെ കുറിച്ച്. ഇയാളോട് ഞാൻ ഇത് പറഞ്ഞാൽ ഇയാൾ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇയാളുടെ കാഴ്ചപ്പാട് നമ്മൾക്ക് മാറ്റുവാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പറയുക. അവർക്ക് എന്ത് തോന്നുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാഴ്ചപ്പാട് അസൂയയാണോ അല്ലെങ്കിൽ സന്തോഷമാണോ സന്താപമാണോ അതൊന്നും നമ്മൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും നമ്മൾ നന്നായി ഏർപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പാവപ്പെട്ടവൻ നോക്കുന്ന കാര്യങ്ങളെല്ലാം അവനക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അവന്റെ കയ്യിൽ പൈസയില്ല. അത്ര ഇൻട്രസ്റ്റാണ് അവനക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തെ നിങ്ങൾ അസൂയയായോ അല്ലെങ്കിൽ വേറെന്തോ ആയി കാണാതെ ഒരു മനുഷ്യന്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് സമ്പാദ്യമുണ്ടെങ്കിലും നമ്മൾ ഉയർന്ന തലത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും. പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യനായി നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയാണ് മനുഷ്യന്റെ ഉയർച്ച വ്യക്തമാക്കുന്നത്. ടേക്ക് കെയർ.